ഭഗവാന്റെ ചരിത്രം സന്താനഗോപാലം എന്ന പേരിൽ കാവ്യമായി രചിച്ച ബ്രഹ്മദത്തിന് സർവ്വഗുണങ്ങളും തികഞ്ഞ ഒരു സന്തതിയെ ഭഗവാൻ അനുഗ്രഹിച്ചു നൽകിയിരിക്കും. എന്നാലും തിരുമേനി എഴുതി ചൊല്ലിക്കേട്ട കൃഷ്ണസ്തുതി അടിയന്റെ മനസ്സിനെ വല്ലാതെ കുളിർപ്പിച്ചു. തിരുമേനി അമ്പാടിയിലെ ഉണ്ണിക്കണ്ണൻ ഓടക്കൊള്ളും വിളിച്ച് ഇവിടെല്ലാം ഓടി നടക്കുന്നതായി അടിയൻ അനുഭവപ്പെട്ടു. തിരുമേനി ഇനിയും ഒത്തിരി ഒത്തിരി സ്തുതികളാണോ അടിയന് കേൾക്കണം, ചൊല്ലിപ്പടിക്കണം. അടിയൻ എന്ന് എപ്പോഴും കൂടെ ഉണ്ടാകും. ഉണ്ണിക്കണ്ണൻ പിച്ച വെച്ച് കളിക്കുന്ന തിരുമേനിയുടെ നാമെടുക്കാൻ ഒരു കർമ്മഫലത്തിനും കൈ പൊങ്ങില്ല. തിരുമേനി ഈ സമൂഹത്തിലെ സാധാരണ പ്രതിനിധിയാണ്. അവനിലൂടെ നീ ശ്രമിച്ച ശബ്ദം ആയിരക്കണക്കിന് പാവപ്പെട്ടവരുടെ ശബ്ദമാണ്. അവന്റെ വാക്കുകൾക്ക് നീ കാതുകൊടുക്കുക. ഭാവിയിൽ നിന്റെ കാവ്യങ്ങൾ പാടി നടക്കുന്നവരേറെയും സാധാരണക്കാരായിരിക്കും. പാപങ്ങളുടെ കവിയായി, പാമരന്മാരുടെ കവിയായി, ഭക്തകവി പൂന്താനമായി നീ കേൾവിപ്പെടുമാറാകട്ടെ. ബ്രഹ്മദത്ത സന്താനഗോപാലത്തിലെ വൈകുണ്ഠവന്ദന ബാക്കി ചൊല്ലി കേൾക്കട്ടെ. അവളില്ലേ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം, ആത്മവിശ്വാസം, അഭിമാനം നമ്മുടെ ശബ്ദം വിടറിപ്പോകും. സന്തോഷം കൊണ്ട് നമുക്ക്